നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ട്രംപിന്റെ താരിഫ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ ഭീഷണിയെന്ന് ക്രിസിൽ. വിദേശ നിക്ഷേപം കുറയാൻ സാധ്യതയെന്നും റിപ്പോർട്ട്. ആഗോള വ്യാപാര സംവിധാനത്തിന് നേരെയുള്ള കടന്നാക്രമണത്തെ ചെറുക്കണമെന്ന് എസ് ജയശങ്കർ. പ്രസ്താവന ന്യൂയോർക്കിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ. ഒരാഴ്ചക്കിടെ ഇന്ത്യൻ വിപണിയിലുണ്ടായത് $244 മില്യൺ ചോർച്ച. ലാർജ് ക്യാപ് ഫണ്ടുകളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടത് $2 ബില്യൺ എന്നും റിപ്പോർട്ട്. സൺഫാർമയെ ട്രംപിന്റെ താരിഫ് ബാധിക്കില്ലെന്ന് HSBC. വരുമാനത്തിൽ ഇടിവുണ്ടാവില്ലെന്നും റിപ്പോർട്ട്. GST മാറ്റം കാർഷിക മേഖലയ്ക്ക് നേട്ടമാകും. ഉൽപാദന ചെലവ് കുറയുമെന്നും സുസ്ഥിര വിപണി ഉറപ്പാക്കാനാകുമെന്നും വിലയിരുത്തൽ. വിശദമായ വാർത്തകൾ നോക്കാം. ട്രംപിന്റെ താരിഫ് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുവെന്ന് ക്രിസിൽ. കയറ്റുമതിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിലെ വിദേശ നിക്ഷേപം കുറയാൻ സാധ്യതയെന്നും റിപ്പോർട്ട്. ഇന്ത്യയുടെ കയറ്റുമതിയെ പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ്, ഫാർമ, ഓട്ടോ തുടങ്ങിയ പ്രധാന മേഖലകളിൽ US താരിഫ് വലിയ ആഘാതം സൃഷ്ടിക്കും. രാജ്യത്തെ നാമമാത്ര GDPയിൽ ഇടിവുണ്ടാക്കും. ഇത് സർക്കാരിന്റെ വരുമാനത്തെ ബാധിക്കും. കുറഞ്ഞ ഉൽപ്പന്ന വിൽപ്പനയുണ്ടാവാം. അങ്ങനെ സംഭവിച്ചാൽ അത് കോർപ്പറേറ്റ് വരുമാനം മന്ദഗതിയിലാക്കാമെന്നുമാണ് ക്രിസിൽ റിപ്പോർട്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ GDP 7.8% ഉയർന്നു. കഴിഞ്ഞ വർഷത്തെ ഇതേ പാദത്തിൽ ഇത് 7.4% എന്നാൽ നാമമാത്ര GDP വളർച്ച ഇതേ കാലയളവിലെ 10.8% നിന്ന് 8.8 കുറയുകയായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഉപഭോക്തൃ പണപ്പെരുപ്പത്തിലെ കുറവ്, കാർഷിക മേഖലയുടെ മുന്നേറ്റം, ക്രൂഡ് ഓയിൽ വിലയിലെ ഇടിവും ആഗോളതലത്തിൽ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങളുടെ വിലയിലെ നേരിയ കുറവുമെല്ലാം സമ്പദ് വ്യവസ്ഥയ്ക്ക് തുണയാകുമെന്നും ക്രിസിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വ്യാപാര സംവിധാനത്തിന് നേരെയുള്ള കടന്നാക്രമണത്തെ ചെറുക്കണമെന്ന് ബ്രിക്സിൽ എസ് ജയശങ്കർ. പ്രസ്താവന ന്യൂയോർക്കിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ. ആഗോള വ്യാപാര യുദ്ധങ്ങളിൽ ചിലത് ബ്രിക്സ് കൂട്ടായ്മയെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ബ്രിക്സിലെ ചില അംഗങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. അതിനാൽ താരിഫ് ഇതര പ്രശ്നങ്ങൾ എന്നിങ്ങനെ വ്യാപാര ഇടപാടുകൾക്കുമേൽ വരുന്ന വിഷയങ്ങളെ പ്രതിരോധിക്കണം. അതിന് അംഗരാജ്യങ്ങൾ തയ്യാറാവണമെന്നാണ് എസ് ജയശങ്കർ ആവശ്യപ്പെട്ടത്. ജയശങ്കറിന്റെ പ്രസ്താവനയെ പിന്തുണച്ച മറ്റു രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇത്തരം നടപടികൾ വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും ആഗോള വിപണികളിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന ആശങ്കയും പങ്കുവച്ചു. ബ്രിക്സ് കൂട്ടായ്മയുടെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് അധിപത്യ ഇരുവ ചുമത്തുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ഈ പശ്ചാത്തലത്തിലാണ് ജയശങ്കറിന്റെ പ്രസ്താവന. അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേകിച്ച് സുരക്ഷാ കൗൺസിലിന്റെ സമഗ്രമായ പരിഷ്കരണം വേണമെന്ന് പ്രതിനിധി രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒരാഴ്ചക്കിടെ ഇന്ത്യൻ വിപണിയിലുണ്ടായത് $244 മില്യൺ ചോർച്ച. ലാർജ് ക്യാപ് ഫണ്ടുകളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടത് $2 ബില്യൺ എന്നും റിപ്പോർട്ട്. മുൻ ആഴ്ച വിപണിയിലുണ്ടായത് $183 മില്യൺ പിൻവലിക്കലാണ്. അതേസമയം മിഡ് ക്യാപ് ഫണ്ടുകളിൽ നിന്ന് ഏകദേശം $20 മില്യൺ പരിമിതമായ പിൻവലിക്കലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്ന് ശ്രദ്ധേയമാണ്. ഏറ്റവും വലിയ പിൻവലിക്കലുണ്ടായത് US ആസ്ഥാനമായുള്ള ഫണ്ടുകളിൽ നിന്നാണ്. $1 ബില്യൺ അമേരിക്കൻ നിക്ഷേപകർ പിൻവലിച്ചത്. ലക്സംബർഗിൽ നിന്നുള്ള നിക്ഷേപകർ $765 മില്യൺ, ജപ്പാനിൽ നിന്ന് $365 മില്യൺ പിൻവലിച്ചതായി എലാറ ഗ്ലോബൽ ലിക്വിഡിറ്റി ട്രാക്കർ റിപ്പോർട്ടിൽ പറയുന്നു. ഗ്ലോബൽ എൻറ്റിറ്റി മാനേജർമാർ നിക്ഷേപം ചൈനയിലേക്ക് തിരിച്ചുവിടുകയാണെന്നും എലാറ ഗ്ലോബൽ വ്യക്തമാക്കി. ചൈനീസ് വിപണിയിലെ ഇവരുടെ വിഹിതം 28.8% ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയ്ക്ക് പേറ്റന്റ് മരുന്ന് നൽകുന്ന സൺഫാർമയെ ട്രംപിന്റെ താരിഫ് ബാധിക്കില്ലെന്ന് HSBC. വരുമാനത്തിൽ ഇടിവുണ്ടാവില്ലെന്നും റിപ്പോർട്ട്. നിക്ഷേപക റഡാറിലേക്കെത്തി സൺ ഓഹരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുന്ന് നിർമ്മാതാക്കളും US-ൽ പേറ്റന്റ് നേടിയ മരുന്ന് വിൽപ്പനയുള്ള ഒരേയൊരു ഇന്ത്യൻ കമ്പനിയുമാണ് സൺ ഫാർമ. ഈ സാമ്പത്തിക വർഷത്തിൽ 1.2 ബില്യണാണ് കമ്പനിയുടെ വിൽപ്പന. എന്നാൽ കമ്പനിയുടെ പാദഫലങ്ങളെ ഇത് വലിയ രീതിയിൽ ബാധിക്കില്ലെന്നാണ്
HSBC പറയുന്നത്. കാരണം മൊത്തം വരുമാനത്തിന്റെ 17% മാത്രമാണ് യുഎസിൽ നിന്നുള്ളത്. ഇതിന്റെ ഒരു വിഹിതം മാത്രമാണ് പേറ്റന്റ് ചെയ്ത മരുന്നുകൾ. ഇതിൽ പ്രമുഖ സ്ഥാനത്തുള്ള ഇലുമിയയുടെ നിർമ്മാണം ഇന്ത്യക്ക് പുറത്താണ്. ഒന്നിലധികം രാജ്യങ്ങളിൽ നിർമ്മിച്ച മരുന്നുകൾക്ക് താരിഫ് എങ്ങനെ ബാധകമാകുമെന്ന് ഇപ്പോഴും വ്യക്തമല്ലെന്നും HSBC അനലിസ്റ്റ് ദമയന്തി കേരായി ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബർ 1 മുതലാണ് ഫാർമ മേഖലയെ ട്രംപിന്റെ താരിഫ് ബാധിച്ചു തുടങ്ങുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്താനുള്ള നീക്കവുമായി ട്രംപ്. ഓരോ ഉപകരണത്തിലെയും ചിപ്പുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാവും തീരുവ നിശ്ചയിക്കുക. എന്നാൽ പുതിയ നീക്കം പണപ്പെരുപ്പ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. അമേരിക്കയിലെ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായി വിദേശ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ ചിപ്പ് എണ്ണം അടിസ്ഥാനമാക്കി തീരുവ ചുമത്താനുള്ള പദ്ധതി ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ ആഭ്യന്തര സെമി കണ്ടക്ടർ ഉൽപാദനം ശക്തിപ്പെടുത്തുകയും വിദേശ ആശ്രയത്വം കുറയ്ക്കുകയുമാണ് ലക്ഷ്യം. പദ്ധതി അനുസരിച്ച് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിലെ ചിപ്പുകളുടെ എണ്ണത്തിനും മൂല്യത്തിനും ആനുപാതികമായി തീരുവ ചുമത്തും. ടൂത്ത് ബ്രഷ് മുതൽ ലാപ്ടോപ്പ് വരെ വിവിധ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള ഈ നീക്കം നടപ്പായാൽ അമേരിക്കയിൽ പണപ്പെരുപ്പം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇത്തരം തീരുവകൾ നടപ്പാക്കിയാൽ ആഭ്യന്തര ഉൽപ്പന്നങ്ങൾക്ക് പോലും വില വർദ്ധിക്കും. നിലവിൽ ഇറക്കുമതി ചെയ്യുന്ന ഉപകരണങ്ങളിലെ ചിപ്പ് അനുസരിച്ച് 25% തീരുവയും ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്ക് 15% തീരുവയുമാണ് പരിഗണനയിൽ. അതേസമയം കമ്പനികൾ അവരുടെ ഉൽപ്പന്നത്തിന്റെ 50% അമേരിക്കയിലേക്ക് മാറ്റിയാൽ താരിഫിൽ ഇളവ് ലഭിച്ചേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി കേരള വാർത്തകൾ നോക്കാം. കേരളത്തിൽ ടൂറിസം മേഖല കുതിപ്പിന്റെ പാതയിലാണ്. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ടൂറിസമാണ് കേരളം ഊന്നൽ നൽകുന്നത്. ലോക ടൂറിസം ദിനത്തിൽ കേരള ടൂറിസത്തിന്റെ പ്രതീക്ഷകൾ വളരെ വലുതാണ്. കേരളത്തിൽ ടൂറിസം കുതിപ്പിന്റെ പാതയിലാണ്. കോവിഡിന് ശേഷം ശക്തമായ തിരിച്ചുവരവാണിപ്പോൾ കാണിക്കുന്നത്. ഉത്തരവാദിത്ത സുസ്ഥിര ടൂറിസം വികസനത്തിൽ രാജ്യത്ത് മുൻപന്തിയിൽ തന്നെയാണ് കേരളത്തിന്റെ സ്ഥാനം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് തന്നെയാണ് ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണം. സുസ്ഥിരതയിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് ടൂറിസം വഴി സമൂഹത്തിനും പരിസ്ഥിതിക്കും നെറ്റ് പോസിറ്റീവ് സംഭാവന നൽകുക എന്നതാണ് കേരളം ലക്ഷ്യമിടുന്നത്. അതായത് വിനോദസഞ്ചാരം പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുന്നതിനു പകരം അതിനെ പുനരുജ്ജീവിപ്പിക്കാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നു. ക്യാരിയിങ് കപ്പാസിറ്റി മാനേജ്മെന്റ് നടപടികൾ വഴി കായലുകൾ, വനമേഖലകൾ തുടങ്ങിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ അവയ്ക്ക് അനുയോജ്യമായ ടൂറിസം സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കേരളം. 1980 UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ഔദ്യോഗികമായി സ്ഥാപിച്ച ലോക ടൂറിസം ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 27 ആഘോഷിക്കുന്നത്. സമൂഹത്തിൽ ടൂറിസത്തിന്റെ പങ്കിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും യാത്ര, സംസ്കാരം, സാമ്പത്തിക വളർച്ച, സുസ്ഥിര വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ചെയ്യുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. ടൂറിസവും സുസ്ഥിരമായ പരിവർത്തനവും എന്നതാണ് ലോക ടൂറിസം ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 55 രൂപയും പവന് 440 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 10,585 രൂപയും പവന് 84,680 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 8,700 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 144 രൂപയിലാണ് വ്യാപാരം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.